സ്ത്രീകളുടെ ഫ്രീ യാത്ര നമ്മളൊരിക്കലും അതിനെ എതിർക്കുന്നില്ല. അത് നല്ല കാര്യം തന്നെയാണ് സർക്കാർ ചെയ്തത്. പക്ഷേ വേറെ ഈ സ്വകാര്യ ബസ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സംരംഭം നടത്തുന്നതല്ല. ഈ പ്രിയദർശിനി സർവീസ് വന്നതോടെ ആൾക്കാരെല്ലാം അവിടെ ഇവിടെ മാറി നിൽപ്പുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ കയറാൻ ആരുമില്ല. സ്ത്രീജനങ്ങൾ ഒരു 50% സ്ത്രീജനങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഒരു 35% ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം ലാസ്റ്റോടെ എല്ലാം കയറ്റിയിടേണ്ട അവസ്ഥയാണ്. ഈ സ്വകാര്യ ഈ ബസ് മേഖല കൊണ്ട് ഈ ഒരു ഞങ്ങൾ തൊഴിലാളികളും മുതലാളിമാരും മാത്രമല്ല നശിക്കുന്നത്, ഇതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ. ഒരു ദിവസം 10,3500 രൂപ 4,000 രൂപയുടെ കുറവാണ് ബസ്സിനകത്ത് വരുന്നത്. നമസ്കാരം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രയായതോടെ സ്വകാര്യ ബസ് മേഖല രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. സ്ത്രീകളായ യാത്രക്കാർ സ്വകാര്യ ബസ്സുകളിൽ കയറുന്നില്ല എന്നാണ് ജീവനക്കാർ ഒക്കെ തന്നെയും പറയുന്നത്. അതോടെ വരുമാനത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയെന്നാണ് ബസ് ജീവനക്കാരും ബസ് ഉടമകളുമൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് സ്ത്രീകളായ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെടുന്നത്. ഏതാണ്ട് ഹർത്താലിൻ്റെ പ്രതീതിയിലാണ് ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അകവശമൊക്കെ ഉള്ളത്. വാഹനങ്ങളിലൊക്കെ യാത്രക്കാർ തീരെ കുറവായ ഒരു സാഹചര്യമാണ്. പലരും KSRTC ബസ്സിനെ ആശ്രയിക്കുന്നു എന്നാണ് സ്വകാര്യ ബസ് ജീവനക്കാർ പറയുന്നത്. ഈ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന ആവശ്യവുമായാണ് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരുമെല്ലാം ഇപ്പോൾ നമ്മളെ സമീപിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ സ്ത്രീകളുടെ ഫ്രീ യാത്ര നമ്മളൊരിക്കലും അതിനെ എതിർക്കുന്നില്ല. അത് നല്ല കാര്യം തന്നെയാണ് സർക്കാർ ചെയ്തത്. പക്ഷേ വേറെ ഈ സ്വകാര്യ ബസ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സംരംഭം നടത്തുന്നതല്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3,000 രൂപ 3,500 രൂപയുടെ വ്യത്യാസമാണ് ബാലൻസിൽ. അതുപോലെ തന്നെ ഡീസലിൻ്റെ വില വർധനവ് തന്നെ 50 ലിറ്റർ ഡീസൽ അടിക്കുന്ന ഒരു വണ്ടിക്ക് 500 രൂപയുടെ വ്യത്യാസം അത് വന്നിട്ടുണ്ട്. അതുപോലെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്മീഷൻ വ്യവസ്ഥ ജോലി ചെയ്യുന്നവരാണ്, ഫിക്സഡ് ശമ്പളക്കാരല്ല. 1000 1,300 രൂപ ശമ്പളം വാങ്ങിച്ചെടുത്ത് ഇപ്പോൾ 600 രൂപ 650 രൂപയാണ് ശമ്പളം കിട്ടുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ബസ് എടുക്കാൻ പോകേണ്ടടുത്ത് ബൈക്ക് കൊണ്ടുപോകണം, 100 രൂപയുടെ പെട്രോൾ വേണം, പിന്നെ ആഹാരത്തിൻ്റെ ചിലവ്, ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല. വലിയൊരു ബുദ്ധിമുട്ടാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ സ്വകാര്യ ബസ് മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ നമ്മുടെ വണ്ടി കാണുമ്പോൾ അവർ കയറുന്നില്ല. അവർ നമ്മളെ കണ്ട് വലിയ തെറ്റ് ചെയ്ത ആൾക്കാർ അവർ സ്ത്രീകൾ നമ്മളെ കാണുമ്പോൾ അവർ മാറി നിൽക്കും. ഇത് കാണുമ്പോൾ നമുക്കൂടെ സങ്കടമാണ്. ഇനി മുതലാളിമാർക്ക് അത് ഒന്നുമില്ല. ഇപ്പം നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല, കാര്യം അവർക്ക് ബാലൻസ് കൊടുക്കുന്നില്ല. ഞാൻ തന്നെ അല്ലമീൻ്റെ മുതലാളി തന്നെ ഇതിനകത്ത് ഈ ചാനലിനകത്ത് പറഞ്ഞ 60 രൂപയാണ് ബാലൻസ് കൊടുത്ത് കൊടുക്കുന്നൊരു വണ്ടിക്ക്. ഇങ്ങനെ വലിയ പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും? അതുപോലെ സർക്കാർ ഇപ്പോൾ ടാക്സ് ഇളവ് പറഞ്ഞിട്ടുണ്ട്, 150 രൂപ ഒരു ദിവസം. അതൊരു മാസം 3,000 രൂപ കിട്ടും, 3 മാസം 9,000 രൂപ. എന്നാൽ ഈ ടാക്സ് അടയ്ക്കാൻ വേണ്ടി മുതലാളിമാർ കൈ നടണം. അതുപോലെ ടയർ കട്ട് ചെയ്യുന്നതിന് ചാർജ് കൂടി 7,000 രൂപ ഇപ്പോൾ ടയർ കട്ട് ചെയ്യുന്നതിന്. സ്പെയർ പാർട്സിന് വർക്ക്ഷോപ്പിൽ ഈ സ്വകാര്യ ഈ ബസ് മേഖല കൊണ്ട് ഈ ഒരു ഞങ്ങൾ തൊഴിലാളികളും മുതലാളിമാരും മാത്രമല്ല നശിക്കുന്നത്, ഇതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരെല്ലാം നശിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ സർക്കാർ. അതായത് ഒന്ന് അളിഞ്ഞിട്ട് മറ്റൊന്നിന് വളം ചെയ്യുന്ന ശരിയായൊരു നടപടിയല്ല ഈ സർക്കാർ കാണിക്കുന്നത്. അല്ലാതെ ഈ സർക്കാർ ഞങ്ങളെ കൂടെ നേരിടണം. ഞാൻ ഹരിപ്പാട് പത്തനംതിട്ട റൂട്ടിൽ ഓടുന്ന അനിഴം ബസ്സിലോടുന്ന ഡ്രൈവറാണ്. അപ്പം ഈ പ്രിയദർശിനി സർവീസ് വന്നതോടെ ആൾക്കാരെല്ലാം അവിടെ ഇവിടെ മാറി നിൽപ്പുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ കയറാൻ ആരുമില്ല. വളരെ കഷ്ടപ്പാടിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം ഒരു ഊണ് മേടിച്ചാൽ കണ്ടക്ടറും ഡ്രൈവറും കൂടെ പപ്പാതി കഴിക്കേണ്ട ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയാണിപ്പോൾ. ഒരു തരത്തിലും ഒന്നുമില്ല, മുതലാളിമാർക്കും ഒന്നുമില്ല, തൊഴിലാളികൾക്കും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം ലാസ്റ്റോടെ എല്ലാം കയറ്റിയിടേണ്ട അവസ്ഥയാണ്. യാത്രക്കാർ തീരെ കുറവാണ്. യാത്രക്കാർ ബസ് സ്റ്റോപ്പിൽ ഇരിപ്പുണ്ട്, പക്ഷേ നമ്മുടെ വണ്ടിയെ കയറാനില്ല. എല്ലാവരും സ്ത്രീകളെല്ലാം പ്രിയദർശിനിയെ കയറിയാണ് പോകുന്നത്. നമ്മുടെ വണ്ടിയെ കയറാൻ ആരുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഈ ആ യാത്രയിൽ ആ റൂട്ടിൽ KSRTC ഒരുപാടുണ്ടോ? KSRTC ഉണ്ട്. ആലപ്പുഴയ്ക്ക് സർവീസ്, പത്തനംതിട്ട ആലപ്പുഴ KSRTC ഉണ്ട്. ഇവരാണെങ്കിൽ 5 മിനിറ്റ് അടുത്ത് കൂടെ ഇറങ്ങി വരുവാണ്. എന്ന് കഴിയുമ്പോൾ അതേ കയറാനേ ആളുള്ളൂ, നമുക്ക് ആളില്ല. ഉള്ള ജീവിതം വളരെ ഈ ഒരാഴ്ചയായിട്ട് വളരെ തീരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാർ വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീജനങ്ങൾ ഒരു 50% സ്ത്രീജനങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഒരു 35% ഇല്ലാത്ത ഒരവസ്ഥയായി. അതുമാത്രമല്ല, നമ്മൾ വണ്ടി പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കും, സ്ഥിരം വന്നുകൊണ്ടിരുന്നവരെല്ലാം മാറി വയ്ക്കുക. അത് യാത്രക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് 10, 20, 15, 20, 25 രൂപയൊക്കെ ലാഭം ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ആരും നൽകും. നമ്മളായാലും അങ്ങനെ പോകത്തുള്ളൂ. അതുകൊണ്ട് സർക്കാർ ഈ ഒരു ചെയ്തത് ഒരു പ്രൈവറ്റ് ബസ്സിന് ഭയങ്കര തകർച്ചയിലേക്ക് വന്നൊരവസ്ഥയായിപ്പോയി.
ഇതിനൊരു മാറ്റം വരുത്താൻ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ, അല്ലാതെ ടാക്സിനകത്ത് ഈ 10,000-15,000 രൂപ കുറച്ചിട്ട് യാതൊരു കാര്യമില്ല. കുറച്ചാൽ ഒരു 3 മാസത്തേക്ക് 10,000 രൂപ കുറച്ചാൽ ഈ 2,000 രൂപ വെച്ച് നഷ്ടം വരുന്നൊരു വണ്ടി 1,80,000 രൂപ നഷ്ടം വരുന്നിടത്ത് 10,000 രൂപ ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പം ചെയ്യാൻ പോകുന്ന ഈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മുതലാളിമാരെല്ലാവരും ഇവരുടെ പല മാധ്യമങ്ങളിലും പറയുന്നുണ്ട്, ഇവർ 26-ാം തീയതി 30-ാം തീയതിയൊക്കെ ജീഫോം കൊടുത്ത് വണ്ടികൾ കയറ്റി വിടുകയാണ്. അങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്കതിനേക്കാളും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ ജീവനക്കാരെയാണ്. 75,000 ജീവനക്കാർ ജോലി ചെയ്യുന്നൊരു ഇതിനകത്ത് നമ്മളും അവരുടെ കുടുംബങ്ങളും പട്ടിണിയായി പോകും. വേറെ ഒരു ജോലിക്ക് പോകാനാത്തൊരവസ്ഥ. അതുമാത്രമല്ല, 10-25 വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. ഞാനൊക്കെ 25 വർഷമായി. ഇനി നമ്മൾ വേറൊരു ജോലിക്ക് പോകാൻ ഒക്കില്ല. അപ്പോൾ സർക്കാർ ഈ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്ന ഒരു പാക്കേജ് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് വേണമായിരുന്നു ഈ ഒരു നടപടി ചെയ്യാൻ. അല്ലെങ്കിൽ ഇതിനകത്തെന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് 1-ാം ക്ലാസ് മുതൽ +2 10-ാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് ഫ്രീ കൊടുക്കാമായിരുന്നു. BPL അല്ലെ ഇത് നോക്കി കൊടുക്കാമായിരുന്നു. അല്ലെ 70-60 വയസ്സ് എന്ന പ്രായം ചെന്നവർക്ക് കൊടുക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ എല്ലാവർക്കും അടപടലം അങ്ങ് കൊടുക്കുന്ന രീതി പരിപാടിയായി പോയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് മാറി. അത് പ്രൈവറ്റ് ബസ് മേഖല വളരെ തകർച്ചയായിപ്പോയി. വളരെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് തന്നെ ജോലി ചെയ്യാനൊരു ഇതില്ലാത്ത എങ്ങനെ ഇത് മുമ്പോട്ട് പോകും? ശമ്പളം എടുക്കാൻ ഒക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഈ ഫിക്സഡ് ശമ്പളങ്ങളാണെങ്കിലും പക്ഷേ ഈ പോക്കിന് ശമ്പളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് നീങ്ങും. കാര്യം കളക്ഷൻ കുറഞ്ഞ് വരുമ്പോൾ പിന്നെ ശമ്പളം എടുക്കാനില്ലെങ്കിൽ എന്തെയും ഡീസൽ അടിക്കുന്ന ഡീസലിന് വില കൂടുതൽ 100-105 രൂപ ഡീസലിനാകുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഇതല്ലയോ. അതുകൊണ്ട് സർക്കാർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വളരെ പാടാണ്. ഈ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ പൊതുവേ ആളുകൾ കുറവാണ്. ബസ് സ്റ്റാൻഡിലെ അവസ്ഥ ഈ കടക്കാരുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. എല്ലാ കടകളിലും നല്ല കച്ചവടം നടന്ന കടയെ. പക്ഷേ ഇപ്പം ഈ സ്ത്രീജനങ്ങളില്ലാത്തതാണ് എല്ലാം KSRTC ചാനലാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ കടകളിൽ ആരുമില്ല. അതുമാത്രമല്ല, കോഴഞ്ചേരിയിൽ നിന്ന് ഹരിപ്പാട് നിന്ന് പന്തളം നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ ഇറങ്ങും. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് ആരും വരുന്നില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് കടക്കാരുടെ കാര്യം വലിയ പാടാണ്. അതുമാത്രമല്ല, ഓട്ടോക്കാർക്ക് ഓട്ടം കിട്ടുന്നില്ല. കാര്യം ഓട്ടോക്കാർക്ക് നേരത്തെ ഒരു 30 രൂപ കൊടുത്ത് പോകുന്ന ഓട്ടം ഇപ്പോൾ ബസ് വരുമ്പോൾ ഫ്രീ ആയിട്ട് പോകാം, ഒന്നും കൊടുക്കണ്ട. നിസ്സാരം കുമ്പഴേന്ന് പത്തനംതിട്ട വരാനുള്ള യാത്രക്കാർ പോലും ഇപ്പം ഒരു പ്രൈവറ്റ് ബസ്സോ ഓട്ടോയോ ഒന്നും കയറുന്നില്ല. കാര്യം അടുത്ത എപ്പോഴെങ്കിലും ട്രാൻസ്പോർട്ട് വന്നാൽ അതിനകത്ത് വന്ന് വിചാരിച്ചിരിക്കും. ചിലപ്പോൾ അരമണിക്കൂർ നോക്കിയിരിക്കും, ചിലപ്പോൾ അടുപ്പിച്ച് വരും. പക്ഷേ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ സർക്കാർ അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ നോക്കും. അല്ലാതെ ഒരു രക്ഷയില്ല. ഇത് പത്തനംതിട്ട മലയാളപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ്. ആളുകൾ കുറവുണ്ടോ? ആൾ കുറവുണ്ടെന്ന് ചോദിച്ചാൽ അരമണിക്കൂർ ഗ്യാപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി സീറ്റിങ്ങും നിലയാളമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു. ഇപ്പോൾ ഈ പ്രിയദർശന യാത്ര തുടങ്ങിയ ശേഷം ഇപ്പോൾ സ്ത്രീകളെല്ലാം KSRTC, കാരണം എപ്പോഴും പത്തനംതിട്ട തലച്ചിറയ്ക്ക് KSRTC ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ഫ്രീ യാത്രയുടെ വന്നതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഇതാണ്. ഒരു ദിവസം 10,3500 രൂപ 4,000 രൂപയുടെ കുറവാണ് ബസ്സിനകത്ത് വരുന്നത്. ഡീസൽ അടിക്കാൻ പോലും പൈസ ഇല്ല. ഞാൻ അവരിങ്ങോട്ടാണ് മോണർ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുക. നമുക്ക് പൈസ തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ബസ് പ്രസ്ഥാനം ഇത് നിർത്തിപ്പോകാൻ രക്ഷയുള്ളൂ. കാരണം നിവൃത്തിയില്ല. 10-12 ഓടുന്ന വണ്ടികളൊക്കെ 6 രൂപ 5 രൂപ കഷ്ടിച്ചാണ് ഓടുന്നത്. ഇതുകൊണ്ട് നമുക്ക് ശമ്പളവും കിട്ടുന്നില്ല. കമ്മീഷൻ വണ്ടികൾക്ക് ശമ്പളവും കിട്ടുന്നില്ല. വല്ല ഓടിയാലും നമുക്ക് ശമ്പളം കിട്ടും. അവർ എത്ര വെച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ നടക്കത്തില്ല. കാരണം നല്ല ആളുമായിട്ട് പോയിക്കൊണ്ടിരുന്ന വണ്ടികളാണ്. എല്ലാ ഒട്ടുമിക്ക പ്രൈവറ്റ് ബസ്സിൻ്റെ എല്ലാ അവസ്ഥയും ഇത് തന്നെയാണ്. നടന്നില്ലെങ്കിൽ ബസ്സെല്ലാം നിങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമല്ലോ. പിന്നെ ഞങ്ങളുടെ ശമ്പളത്തെ ബാധിക്കും. ഓടിയാലല്ല നമുക്ക് വെള്ളം കിട്ടും. വണ്ടി ഓടിയാലേ നമുക്ക് വെള്ളം കിട്ടണം. വണ്ടി ഈ ആളില്ലാത്ത അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നിവൃത്തിയില്ല. നമുക്ക് ആകെപ്പാടെ പ്രതീക്ഷ ബഡ്ജറ്റിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമെന്നുള്ള വിചാരിച്ചു. പക്ഷേ അതും ഇപ്പോൾ ഇല്ലാതെ പോയ അവസ്ഥയിലാണ്. പ്രസ്ഥാനം നിർത്തിപ്പോകുന്ന അവസ്ഥയിലായിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റു ജോലികളൊക്കെ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? മറ്റ് ജോലിക്ക് വാങ്ങിച്ചാൽ ഇപ്പോൾ ഈ കേരളത്തിൽ 1-2 പ്രൈവറ്റ് ബസ് അല്ലല്ലോ. 10-27,000 ആൾക്കാരുള്ള പ്രസ്ഥാനമല്ലേ ഇത്. എല്ലാവരും ഏത് പണിക്ക് പോകും? അതിനുള്ള പണി കേരളത്തിൽ വേറെ ഇല്ലല്ലോ. അത് അങ്ങനത്തെ കുറേ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മേഖലയും ബാധിക്കും. മൊത്തത്തിൽ ഒരു വണ്ടിക്കകത്ത് 2 പേരെ വെച്ച് കൂട്ടിയാൽ തന്നെ കേരളത്തിൽ എത്രയോ വണ്ടി 10,000 വണ്ടി എടുത്ത് ഓടുന്നതാണ്. ഇത്രയും വണ്ടികൾക്കുള്ള ആൾക്കാർ സ്റ്റാഫുള്ള യാത്രക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. സ്ഥിരം യാത്രക്കാർ പോലും ഇല്ല. ഇപ്പം എല്ലാവരും സൗജന്യമായപ്പോഴത്തേക്ക് എല്ലാവരും അതിനകത്താണ് പോകുന്നത്. അവിടെ നിന്ന് സ്ഥിരം ആൾക്കാർ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. സ്വകാര്യ ബസ് മേഖലയുടെ അവസ്ഥ ഇതാണ്. നിറയെ ആളുകളുമായി പോയിക്കൊണ്ടിരുന്ന ബസ്സുകൾ ഇപ്പോൾ ആളില്ലാതെ ഓട്ടം നടത്തുകയാണ്. വരുമാനത്തെ കാര്യമായി ബാധിച്ചു. വരുമാനം പകുതിയായി മാറി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ തൊഴിലിനെ കാര്യമായി ബാധിക്കും, ശമ്പളത്തെ കാര്യമായി ബാധിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സ്വകാര്യ ബസ് മേഖലയിലെ ജീവനക്കാരും ബസ് ഉടമകളുമൊക്കെ ഉള്ളത്. സർക്കാർ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇളവും ഈ മേഖലയ്ക്ക് കാര്യമായി പ്രയോജനം ചെയ്യുന്നില്ല എന്നാണ് അഭിപ്രായം
ഭയം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖല, സ്വകാര്യ ബസ് മേഖല എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്കയിലാണ് എല്ലാവരും. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.